കൊച്ചിയിലെ കപ്പൽ അപകടത്തിൽ സമഗ്ര പഠനവുമായി കുഫോസ്. കടൽ വെള്ളത്തിന്റെ സ്വഭാവത്തെയും മത്സ്യസമ്പത്തിനെയും അപകടം എങ്ങനെ ബാധിച്ചുവെന്നാണ് പഠനം. കൊച്ചി, തോട്ടപ്പള്ളി, കൊല്ലം എന്നിവിടങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കും. ശ്യാംകുമാർ തുടരുന്നുണ്ട്. ശ്യാം, ഇതിലെ പ്രശ്നം ഇപ്പോഴും നമുക്ക് മൊത്തം അവ്യക്തതയാണ്. എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നോ അതെങ്ങനെ ബാധിക്കുമെന്നോ എത്ര നാൾ ആ ബാധിക്കലുണ്ടാകുമെന്നോ ഒന്നും അറിയില്ല. അപ്പോൾ ഈ പഠനത്തിൽ കൃത്യമായൊരു വ്യക്തത ഉണ്ടാകും എന്ന് കരുതാവോ ശ്യാം? ഹാഷ്മി, ഈ കടലിലെ കപ്പലപകടവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ആശങ്കകൾക്ക് ശാസ്ത്രീയ പരിഹാരം അല്ലെങ്കിൽ ശാസ്ത്രീയ നിഗമനം എത്തിച്ചേരണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കുഫോസ് പഠനം ആരംഭിച്ചിരിക്കുന്നത്. 6 മാസം ഈ പഠനത്തിന് വേണ്ടി വേണ്ടിവരുമെന്നാണ് കുഫോസിലെ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കിയിരിക്കുന്നത്. സെന്റർ ഫോർ അക്വാട്ടിക് റിസോഴ്സ് മാനേജ്മെന്റിനാണ് പഠനത്തിന്റെ ചുമതല. ഇതിന്റെ ഭാഗമായി സമുദ്രോപരിതലത്തിൽ വിവിധ ഭാഗങ്ങളിൽ, അത് ആലപ്പുഴ, കൊല്ലം, കൊച്ചി മേഖലകളിൽ 10, 20, 30 കിലോമീറ്ററായി തിരിച്ചുകൊണ്ട് ഉപരിതലത്തിലെ ജലം ശേഖരിക്കും. ഇത് പഠനവിധേയമാക്കും. അത്തരത്തിൽ ഏതെങ്കിലും സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ, കടൽ വെള്ളത്തിന്റെ സ്വഭാവത്തെ എങ്ങനെ ഇത് ബാധിച്ചു, മത്സ്യസമ്പത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ആഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഈ വിഷയങ്ങളിലൊക്കെ ഒരു അവസാന വാക്ക് എന്നുള്ളത് കുഫോസിന്റെ റിപ്പോർട്ട് തന്നെയായിരിക്കും. അതിനുള്ള പഠനമാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കൊച്ചിയിൽ നിന്നും ആലപ്പുഴയിലെ തോട്ടപ്പള്ളിയിൽ നിന്നും കൊല്ലത്ത് നിന്നും സാമ്പിളുകൾ ശേഖരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും പഠനം 6 മാസത്തിനകം പൂർത്തീകരിച്ച റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് നൽകുമെന്നുള്ളതാണ് കുഫോസ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഓക്കെ, ശ്യാംകുമാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഇനിയും ഏത് രീതിയിലാണത് ബാധിക്കുക, അല്ലെങ്കിൽ മീൻ വാങ്ങി ഉപയോഗിക്കൽ സുരക്ഷിതമാണോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തതയില്ല. അപ്പോൾ അതിൽ ഈ പഠനത്തിൽ വ്യക്തത വരട്ടെ.